ഗസാലി ഇമാമിൻ്റെ ഒരു ചരിത്രം പറയാം. പണ്ട് അദ്ദേഹം പള്ളിയിൽ ഇമാമായി നിന്നിരുന്ന കാലത്ത് അദ്ദേഹം ആ നാട്ടിലെ വളരെ പ്രശസ്തനായ ഒരു പണ്ഡിതനായിരുന്നു. പക്ഷെ എന്നാലും ഒരു കാര്യം അദ്ദേഹത്തിന് നിരന്തരം വിഷമം ഉണ്ടാക്കിയിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ അനിയൻ അഹമ്മദ് അൽ ഗസാലി ഉപ്പാപ്പ പള്ളിയിൽ ജമാഅത്തിന് നിസ്കാരത്തിന് കൂടാറില്ലായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഗസാലി ഉപ്പാപ്പ ഉമ്മാൻ്റെ അടുത്ത് പരാതി പറയും, ഞാനിങ്ങനെ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനല്ലേ, നമ്മളെ അനിയൻ അവിടെ ജമാഅത്തിന് വരാത്തത് ആൾക്കാർ എന്നോട് പറയുന്നുണ്ട്, എനിക്കതിലൊരു വിഷമമുണ്ട് എന്ന് പറയും. അങ്ങനെ ഉമ്മ അനിയനോട് ഏട്ടൻ്റെ ഈ ഒരു പരാതി പറയുകയും ഒന്ന് പള്ളിയിൽ പോവാം, ഇങ്ങനെ ഒരു അവസ്ഥയല്ലേ എന്ന് പറയുകയും ചെയ്യും. അങ്ങനെ അടുത്ത ജമാഅത്തിന് ഇമാം ഗസാലി പാപ്പൻ്റെ അനിയൻ അഹമ്മദ് അൽ ഗസാലി പാപ്പയും ആ ജമാഅത്തിൽ പങ്കെടുക്കും. പക്ഷെ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ വെച്ചിട്ട് അഹമ്മദ് അൽ ഗസാലി പാപ്പ ഇറങ്ങിപ്പോകും. ഇപ്പോഴാകട്ടെ ഗസാലി ഇമാം കൂടുതൽ വിഷമത്തിലായി. എത്രയും കാലം അനിയൻ പള്ളിയിലോട്ട് വരാത്തതായിരുന്നു വിഷയം. ഇപ്പോൾ ആകട്ടെ താൻ ഇമാമ് നിൽക്കുമ്പോൾ അനിയൻ നിസ്കാരത്തിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി പോവുകയും ചെയ്തു. അങ്ങനെ അനിയനോട് ഇതൊന്ന് ചോദിക്കണമെന്ന് കരുതി ഗസാലി ഇമാം അനിയൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് നിസ്കാരം പകുതിക്ക് വെച്ച് ഇറങ്ങിപ്പോയതെന്ന് ചോദിക്കും. അപ്പോൾ അനിയൻ മറുപടി കൊടുക്കും, നിങ്ങളുടെ നിസ്കാരം ഹൈദ് രക്തത്തിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോഴാണ് ഗസാലി ഇമാം അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അദ്ദേഹം അപ്പം എഴുതിക്കൊണ്ടിരിക്കുന്ന ഗ്രന്ഥത്തിൻ്റെ ഹൈദ് രക്തത്തെ പറ്റിയുള്ള ഭാഗത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗസാലി ഇമാം നിസ്കരിക്കുമ്പോൾ. ഇതേപോലത്തെ ഒരു കഥ നമുക്ക് നമ്മുടെ നാട്ടിൽ മമ്പ്രന്തങ്ങളുടെ ഒരു ചരിത്രത്തിലും കാണാൻ പറ്റും. മശായിഖന്മാർ ഒരു ഇമാമിനെ തിരഞ്ഞെടുക്കുമ്പോൾ പോലും എത്രത്തോളം സൂക്ഷ്മത പുലർത്തിയിരുന്നു എന്ന് നമുക്ക് ഈ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. നിങ്ങളിൽ എത്ര പേര് നിങ്ങളുടെ ഇമാമുമാരുടെ നെയ്യത്തിനെ പറ്റി പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്?